ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ആനിവേഴ്സറി വ്ളോഗാണ്. ഇന്ന് ജുവാൻ്റെ LKGയിലെ ആനിവേഴ്സറി ദിനമാണ്. ആനിവേഴ്സറിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. അവൻ്റെ സ്കൂളുള്ളത് നമ്മുടെ പട്ടിത്താനത്തുള്ള സെൻറ്റ് അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അതിൽ LKG സ്റ്റുഡൻ്റാണ്. ഇന്ന് അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും സ്കൂൾ മുഴുവനായിട്ടുള്ള വാർഷിക ആഘോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്കാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ അവനെ റിഹേഴ്സൽ ചെയ്യിക്കുന്നതിനായിട്ട് ഈ വലിയ ഓഡിറ്റോറിയത്തിന് ചേർന്നുള്ള ചെറിയ ഓഡിറ്റോറിയമുണ്ട്, അവിടെ കൊണ്ടാക്കിയുണ്ടായി. അപ്പം അവിടെയുള്ള കുറേ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അവിടെ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ട്രോഫികൾ, അതുപോലെ എല്ലാം വളരെ അടിപൊളിയായിട്ട് മനോഹരമായിട്ടെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. ഏറെക്കുറെ 1:30 മണിയോടുകൂടി തന്നെ ആൾക്കാർ അതിനു മുമ്പ് തന്നെ എത്തി. 1:30 മണി ആകുമ്പോൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ 1:30 തന്നെ പ്രോഗ്രാം ആരംഭിച്ചു. ആദ്യം ചെറിയ കുട്ടികൾ, LKG UKG കുട്ടികളുടെ പ്രോഗ്രാംസ്, ഡാൻസ് ഇത് ആദ്യമേ തന്നെ നടത്തുകയുണ്ടായി. കാരണം അവർ കൊച്ചുകുട്ടികളായതുകൊണ്ട് അവർക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും അവരുടെ മേക്കപ്പൊക്കെ പോകുന്നതുകൊണ്ടും പൊതുസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഡാൻസുകളും അവരുടെ എല്ലാ ഡാൻസുകളായിരുന്നു കൂടുതലും തന്നെ അത് ആരംഭിക്കുകയുണ്ടായി. പല പല കുട്ടികളെ ആരംഭിച്ചു. ജുവാൻ്റെ ടീമാണിപ്പം സ്റ്റേജിൽ കളിക്കുന്നത്. അവർ ഏട്ടതിനകത്തെ ആ പാട്ടാണ്. പാട്ട് ഇതിനകത്ത് ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പാട്ട് ഇറക്കാത്തത്. ആ പാട്ടിൻ്റെ അടിപൊളി ഡാൻസായിരുന്നു. അവർക്ക് എല്ലാം ആദ്യമായിട്ടാണ് ജുവാൻ സ്റ്റേജിൽ കയറുന്നത്. ഇത് ജുവാൻ്റെ കൂട്ടുകാരൻ ലിയാൻ്റെ ഡാൻസാണ്. അതിനുശേഷം പൊതുസമ്മേളനം ആരംഭിക്കാൻ വേണ്ടി ഈ സെൻറ്റ് അൽഫോൺസയുടെ ഉടുപ്പ് വേഷവിധാനത്തിലൊരു കുട്ടി, സീനിയറായിട്ടുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ആ ഒരു വ്യക്തി അങ്ങനെ ആ ഒരു മോക്ക് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛന്മാരും സിസ്റ്റർമാരും ജുവാനെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും എല്ലാവരും തന്നെ ആ വേദിയിൽ ആനയിക്കപ്പെട്ടു സദസ്സിലേക്ക്. ശേഷം പൊതുസമ്മേളനം ആരംഭിച്ചു. ഹെഡ് മിസ്ട്രസ് വേണ്ട സ്വാഗതങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വേദിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊതുസമ്മേളനത്തിന് ശേഷം പലരും പ്രസംഗിക്കുകയുണ്ടായി. വൈദ്യരിൽ തന്നെ ഇവിടെ പഠിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു വൈദ്യനുണ്ടായിരുന്നു. അത് ഈ ഒരു സദസ്സിന് വല്ലാത്തൊരു ഉണർവാണ്. കാരണം അദ്ദേഹം ഒരു വൈദ്യൻ തന്നെ ആയുകയുണ്ടായി. അങ്ങനെയാണ് ചടങ്ങുകൾ മുന്നോട്ട് പോയി. പിന്നെ സമ്മാനദാനമായി പല കുട്ടികളും പല വിഷയങ്ങളിലും സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി. പഠിക്കുന്നതിനും പിന്നെ സ്കോളർഷിപ്പിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെയും സമ്മാനമെല്ലാം കൊടുക്കുകയുണ്ടായി. സമ്മാനം കൊടുത്തതിന് ശേഷം വീണ്ടും 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള പ്രോഗ്രാം ആരംഭിച്ചു. ഡാൻസുകളാണ് തന്നെയാണ് കൂടുതൽ. വേറെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ കുട്ടികൾക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഡാൻസുകളാണ് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം. മുഴുവൻ തന്നെ ഡാൻസാണെന്ന് തന്നെ പറയാം. എന്നാലും ഈ പഠിപ്പിച്ച അധ്യാപകർക്ക് വളരെയധികം അവർക്ക് അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ എല്ലാം മിടുക്കന്മാരും മിടുക്കികളുമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിക്കുകയുണ്ടായി. അതിന് ശേഷം ജുവാൻ്റെ കൂട്ടുകാരെ പരിചയപ്പെട്ടു. അറ്റത്ത് നിൽക്കുന്നത് ഹേമന്ത്, അതിനുശേഷം മുഹമ്മദ്, ജുവാൻ, ജിബിൻ, ഈ 4 പേരുമാണ്. അങ്ങനെ 4 കൂട്ടുകാരെ പരിചയപ്പെട്ടു. ഇവർ 4 പേരുമാണ് ഒന്നിച്ചിരിക്കുന്നത്. പിന്നെ അവരതിലേക്കുള്ള ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു. പരിപാടികൾ അവസാനിച്ചു. അവസാനത്തെ സമാപന സമ്മേളനത്തിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സമയത്ത് ഒരു കുഞ്ഞു പാവ അതിലെ ഇറങ്ങി ആരെയോ നോക്കുന്നുണ്ട്. ഇവരെ വോട്ട് എങ്ങനെയിട്ടാണെന്ന് അറിയത്തില്ല. പിന്നെ പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും പോപ്കോൺ ഷെയർ ചെയ്തു. 4 പേരും പരസ്പരം പോപ്കോണൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദും ജുവാനുമാണ്. അങ്ങനെ അപ്പോഴത്തേനും അവിടെയുള്ള മറ്റു കുട്ടികൾ സംസാരിക്കുകയും അങ്ങനെ അവരുടെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇതൊക്കെ ഒരു വല്ലാത്ത ഓർമ്മയാണ്. ചെറിയ പ്രായത്തിൽ കൂട്ടുകാർ
വലുതായി കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഞങ്ങളുടെ ഈ ഇടയ്ക്കൊരു ഗെറ്റ് ടുഗദർ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു വന്നത് ഇവർ അവിടം വരെ ഓടിപ്പോയി തിരിച്ചു വന്നു. അപ്പം ഇത് ഹേമന്ത് അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഹേമന്തിന് ഇവർ പോപ്കോൺ കൊടുത്തില്ല. മായം ഇടപെട്ട് ഹേമന്തിന് എല്ലാവർക്കും പോപ്കോൺ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും അവർ പോപ്കോൺ കിട്ടത്തക്ക രീതിയിൽ എല്ലാവർക്കും പോപ്കോണൊക്കെ എടുത്ത് കൊടുത്തു. അവർ വർത്താനൊക്കെ പറഞ്ഞ് കൂട്ടുകാർ അവിടെ നിൽക്കുകയാണ് പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ട്. അങ്ങനെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. മനുമാമ വന്നിട്ടുണ്ടായിരുന്നു ജുവാൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി. അപ്പോൾ അത് ലിയാനും ലിയാൻ്റെ അച്ഛനും അവിടെ നിൽക്കുന്നു. അങ്ങനെ ലിയാൻ്റെ ഡാൻസ് വളരെ അടിപൊളിയായിരുന്നു. ജുവാൻ്റെ ഡാൻസ് നല്ലതായിരുന്നു. ഇവരാണ് പള്ളിയിൽ വെച്ച് ഭയങ്കര എപ്പോഴും പള്ളിയിൽ കൂട്ടാണ്. അങ്ങനെ ലിയാനോട് ചോദിച്ചു, ലിയാനെ ഐസ്ക്രീം കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലിയാൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാമൻ്റെ കൂട്ടത്തിൽ ജുവാൻ ഐസ്ക്രീമാണോ ലേസാണോ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ മാമ കൊണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോകാനിറങ്ങി. പോകാനിറങ്ങിയപ്പോഴത്തേന് ഇനി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പതുക്കെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പുറത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് അവിടെ ഒരു ജ്യൂസ് പാർലറുണ്ട്, ബേക്കറി, അവിടെ പോയിട്ടൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജുവാനുണ്ട്, മായമ്മയുണ്ട്, മമ്മിയുണ്ട്, ചേച്ചിമ്മയുണ്ട്, എല്ലാവരും കൂടെ കൂടി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു. ചായ വേണമെന്ന് വെച്ച് പറഞ്ഞ് ചായയൊന്നും വേണ്ട. എല്ലാവർക്കും ഭയങ്കര ചൂടായിരുന്നു. അത് ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു. നാരങ്ങ വെള്ളവും എല്ലാവരും ഉഴുന്നൂടെ നേരത്തെ കഴിച്ചു. ജുവാന് മീറ്ററോളായതുകൊണ്ട് ജുവാൻ താമസിച്ച് കഴിച്ചു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി. ഓക്കെ, താങ്ക് യു, ബൈ.